പാമ്പളി എനിക്കൊരു ഐ വാണ്ട് ടു ഡു എ ന്യൂ ബിസിനസ്. ഞാൻ പറഞ്ഞു വൈ ഡോണ്ട് യു ഇൻവെസ്റ്റ് ഇൻ മൂവീസ്? അയ്യോ വേണ്ടേ. അവരങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ മൂവി മേക്കിങ്ങിൽ പലർക്കും സംഭവിച്ചു പോയത് ഇതാണ്. ലക്ഷദ്വീപിലെ കവരത്തി അവിടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ആകെ 7 AC റൂമാണ് കിട്ടിയത്. അവിടെ ഫസ്റ്റ് ഒരു സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റും കൊണ്ട് ഞാനായിരുന്നു പോയിരുന്നത്. അതിന് ശേഷമാണ് അവിടെ അനാർക്കലി അതിന് ശേഷമാണ് മമ്മൂക്ക അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതിന് അതിൻ്റെതായ ഒരു മേന്മയുണ്ട്. IFFKയിൽ ആ സീൻ വന്നപ്പോൾ ത്രൂ ഔട്ട് കയ്യടിയായിരുന്നു തിയേറ്റർ. അപ്പോൾ അത് കേട്ടു, അത് വന്നിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് നിവിൻ പോളിയെ വെച്ചിട്ട് ചെയ്യാനുള്ളൊരു മൈഫിൻ TV-യുടെ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മൈഫിൻ TV-യുടെ എല്ലാ പ്രേക്ഷകർക്കും സ്റ്റാർട്ട് ആക്ഷൻ ബിസിനസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ എപ്പിസോഡിൽ എന്നോടൊപ്പം സിനിമാ ലോകത്ത് നിന്നും ഒരു പ്രതിഭയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ അവാർഡ് വിന്നറാണ്. 65ാമത് നാഷണൽ ഫിലിം അവാർഡിൽ നവാഗത സംവിധായകനുള്ള അവാർഡ് നേടിയ ആളാണ്. ഇനി അതിനപ്പുറം പറയുകയാണെങ്കിൽ 67ാമത്തെ നാഷണൽ അവാർഡിൽ ജൂറിയിൽ അംഗമായിരുന്ന ആളാണ്. അതുപോലെ തന്നെ ഓസ്കാർ അവാർഡ് എന്ന് പറഞ്ഞാൽ സിനിമാ ലോകത്തെ ആരുടെയും സ്വപ്നമാണ്. ഇന്ത്യയിൽ നിന്നും പോകുന്ന സിനിമകൾ ഏതൊക്കെയാവണം എന്ന് നോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു കമ്മിറ്റിയിലെ അംഗം കൂടിയായിരുന്നു ഇദ്ദേഹം. പാമ്പിളി സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സ്വാഗതം. പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ? അതെ. ഓക്കെ. കാരണം ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഒരുപാട് ശ്രദ്ധ തരേണ്ട ഒരാളാണ് എപ്പോഴും പാമ്പിള്ളി എന്ന പേരെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിനെന്തൊക്കെയോ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായിരിക്കാം അത്? ഞാൻ നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ മനസ്സിലാക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് പറഞ്ഞാൽ ഈ പാമ്പള്ളി എന്നുള്ള പേര് കേൾക്കുമ്പോൾ പലരും വല്ല പൂനെയിലോ അല്ലെങ്കിൽ അവിടെയൊക്കെയുള്ള ഒരാളാണെന്നുള്ളൊരു ധാരണയുണ്ട്. കാരണം ഒരു മലയാളി ടച്ച് ആ പേരിനില്ല. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ അതായിരിക്കാം ഒരു കാരണം. ഞാൻ വല്ല രമേശോ ഭാസ്കറിനൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഐഡൻറ്റിഫൈ ചെയ്തേനെ. അത് ഒരു വലിയൊരു കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു നാഷണൽ അവാർഡിന് മുമ്പ് എന്നെ അറിയപ്പെട്ടിരുന്നത് ഒരു ചെറിയൊരു സറൗണ്ടിങ്ങിലാണ്. ആഫ്റ്റർ നാഷണൽ അവാർഡാണ് ഞാൻ കുറച്ചും കൂടിയും ഓൾ ഇന്ത്യ ലെവലിൽ അറിയപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പെട്ടെന്ന് വന്ന ഒരാളാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപരിചിതത്വം അതുകൊണ്ടായിരിക്കാം. തീർച്ചയായും. ഇപ്പോൾ ഏതായാലും നമ്മളിവിടെ ഈ സീറ്റിൽ ഇരിക്കാൻ തന്നെ മെയിനായിട്ടുള്ള കാര്യം, ഇപ്പോൾ ആമസോൺ പ്രൈമിൽ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സിൻജാർ എന്ന് പറയുന്ന സിനിമ തീർത്തും ആനുകാലിക പ്രസിദ്ധിയുള്ള ഒരു സിനിമയാണ്. അതിനാണ് നാഷണൽ അവാർഡ് കിട്ടിയത്. അതെ അതെ. അപ്പം ഈ സിനിമയുടെ തീർച്ചയായും നമ്മളൊരു ബിസിനസ് ചാനലാണ്. മൈഫിൻ TV എന്ന് പറയുമ്പോൾ തീർച്ചയായും ബിസിനസ് ചാനലാണ്. സ്റ്റാർട്ട് ആക്ഷൻ ബിസിനസ്സിലൂടെ സംസാരിക്കുന്നതും സിനിമയുടെ ബിസിനസ് ഐഡിയകളെ കുറിച്ചാണ്. അപ്പം നമുക്ക് അതിലൂടെ തന്നെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. തീർച്ചയായിട്ടും. ഒരു ഡയറക്ടർ എന്ന നിലയിൽ തീർച്ചയായും ഒരു പ്രൊഡ്യൂസർക്ക് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ബിസിനസ് സൈഡ് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. അതിൽ എത്രത്തോളം ഈ സിൻജാറിൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്? അത് വാസ്തവത്തിൽ ഇതുവരെ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തെങ്കിലും ഇതൊരു വളരെ ജെന്യുവനായിട്ടുള്ളൊരു ക്വസ്റ്റ്യനായിട്ട് എനിക്ക് തോന്നി. കാരണം അത് കോമൺ ആയിട്ടുള്ള എല്ലാ സിനിമ ലവേഴ്സും, പ്രത്യേകിച്ച് സിനിമയിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിൽ ജസ്റ്റ് എൻട്രി ചെയ്ത് നിൽക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട. ഇപ്പം ഒരുപാട് സിനിമകൾ ചെയ്യുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷേ ഈ പറഞ്ഞ ആരംഭഘട്ടത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണത്. അതായത് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അത് എങ്ങനെ ഒരു പ്രൊഡ്യൂസർക്ക് ഫേവറബിൾ ആവണം എന്നുള്ളതൊരു ഏറ്റവും വലിയൊരു ഘടകമാണ്. ഇപ്പം നമ്മൾ ഇൻ്റർനാഷണലി സിനിമ പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലോ പോവുകയാണെങ്കിൽ അവിടെ ഒരു ടോപ്പിക് ഉണ്ടാവും, ഹൗ ടു മേക്ക് എ പ്രൊഡ്യൂസർ. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിലും അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെ എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നുണ്ട്, ഹൗ ടു മേക്ക് എ പ്രൊഡ്യൂസർ. ഹൗ ടു മേക്ക് എ പ്രൊഡ്യൂസർ. ദാറ്റ് മീൻസ് ഒരു പ്രൊഡ്യൂസർ, ഇപ്പോൾ സപ്പോസ് ഹീ ഈസ് എ പ്രൊഡ്യൂസർ
ഹു ഡിഡ് സോ മെനി ഫിലിംസ്, സ്റ്റിൽ നമ്മുടെ മൂവിക്ക് വേണ്ടിയിട്ട് ആ പ്രൊഡ്യൂസർ നമ്മൾ മേക്ക് ചെയ്യണം. അത് 10% ഈസ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ സൈഡാണ്. ഓക്കെ. ഇപ്പോൾ ഫിനാൻഷ്യൽ സൈഡ് കോൺഫിഡൻ്റ് ആണെങ്കിൽ ഞാൻ ഇപ്പോൾ എല്ലാവരുടെ ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അയ്യോ പ്രൊഡ്യൂസറെ കിട്ടിയില്ല. ഈ പ്രൊഡ്യൂസറെ കിട്ടിയില്ല എന്ന് പറയുന്ന ആ ഒരു സൊല്യൂഷൻ സെക്കൻഡുകൾ വെച്ച് സോൾവ് ആവുന്നത് നിങ്ങളിപ്പോൾ പറഞ്ഞ പോയിന്റാണ്. അതായത് ഫിനാൻഷ്യലി പ്രൊഡ്യൂസർക്ക് കോൺഫിഡൻസ് കിട്ടുവാണെങ്കിൽ എല്ലാ പ്രൊഡ്യൂസർമാരും നമ്മുടെ കൂടെ നിൽക്കും, ചെയ്യാൻ തയ്യാറാവും. തീർച്ചയായിട്ടും. ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് നമുക്കല്ലേ? ഡെഫിനറ്റ്ലി. അതായത് ഇപ്പം സപ്പോസ് 90% പ്രൊഡ്യൂസർമാരും ദേ ആർ മേക്കിംഗ് ബിസിനസ്. അവർ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ബിസിനസ് എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ദേ ആർ ഇൻവെസ്റ്റിംഗ് ദ മണി. അപ്പോഴും മണി ഇടുക, മണി മേക്ക് ചെയ്യുക, ഇത് തന്നെയാണ് എല്ലാ പ്രൊഡ്യൂസർമാരുടെയും ഒരു ഇത്. ഈ ഒരു ക്രൈറ്റീരിയ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫസ്റ്റ് മൂവിക്ക് മുന്നേ ഞാൻ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് ചെയ്തിരുന്നു. ഒരു 100ൻ്റെ അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പരസ്യങ്ങൾ ചെയ്ത എല്ലാ പ്രൊഡ്യൂസർമാരും ഇപ്പോഴും ദേ ആർ മൈ ഗുഡ് ഫ്രണ്ട്. ആരുടെ ഇനി അവരെ കാണുമ്പോൾ എനിക്ക് തലയെ തോർത്തിട്ട് നടക്കേണ്ടി വന്നിട്ടില്ല. ഓൺലി ബിക്കോസ് അവർ പറയുന്ന ബജറ്റിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് എനിക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ റിക്വയർമെൻറ്റ് ഞാൻ ചോദിക്കും. അവർ ഒരുപക്ഷെ ബജറ്റ് പറയും, സോറി എനിക്ക് 5 lakhs ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല എനിക്ക് 10 lakhs ഇതിനകത്ത് എൻ്റെ പരമാവധി നീക്കിയിരിപ്പുള്ളൂ. ഞാൻ അതിനുള്ളിൽ ഏറ്റവും നല്ല റിസൾട്ടുള്ള സാധനമാണ് ചെയ്തു കൊടുക്കുന്നത്. 99% ആളുകൾക്കും ഇത് കീപ്പ് ചെയ്യാൻ പറ്റാറില്ല. ഐ മീൻ ദ ക്രിയേറ്റേഴ്സിന് ഒന്നുമില്ലെങ്കിൽ ചാടിപ്പോവും, അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങൾ വരും. അത് ഡിപ്പെൻസ്, പല കാരണങ്ങളുണ്ടാവാം. അതാണ് ഈ പ്രൊഡ്യൂസേഴ്സിനെ അൺസാറ്റിസ്ഫൈ ചെയ്യുന്നത്. അത് ഐ മീൻ ദ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യുന്ന ആളുകളായാലും അങ്ങനത്തെ പ്രൊഡ്യൂസർമാരായാലും സിനിമ പ്രൊഡ്യൂസർമാർ. ഇപ്പോൾ എത്രയോ ആളുകൾ നമ്മൾ ചോദിച്ചാൽ, ഇപ്പം ഞാൻ തന്നെ പുതിയ ആളുകൾ സിനിമയെ പറ്റി ചില സമയം നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് ചോദിച്ചു കഴിഞ്ഞ ദിവസം. പുള്ളിക്ക് വേറൊരു ബിസിനസ് ഏതാണ്ട് നിയർലി 800 CR കറക്റ്റ് സോളിഡായിട്ട് അക്കൗണ്ടിൽ വന്നു. പാമ്പളി എനിക്കൊരു ഐ വാണ്ട് ടു ഡു എ ന്യൂ ബിസിനസ്. ഞാൻ പറഞ്ഞു വൈ ഡോണ്ട് യു ഇൻവെസ്റ്റ് ഇൻ മൂവീസ്? അയ്യോ വേണ്ടേ, എനിക്ക് സിനിമ പിടിച്ച് എനിക്ക് എന്താ പറയാ, പിന്നെ തലേ കൈ വെച്ച് നടക്കാൻ വയ്യ, മൂവി ഒഴികെ വേറെ എന്തും നിങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞു. അവരങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ മൂവി മേക്കിങ്ങിൽ പലർക്കും സംഭവിച്ചു പോയത് ഇതാണ്. അതായത് ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പ്രൊഡ്യൂസർ മാത്രമേ തിങ്ക് ചെയ്യുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന മേക്കേഴ്സോ ആക്ടേഴ്സോ ടെക്നീഷ്യന്മാരോ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാതെ ഇത് തീർത്തു കൊടുക്കണം എന്ന് വിചാരിക്കാറേ ഇല്ല. പോയിന്റാണത്. ദാറ്റ്സ് ട്രൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ്. മേ ബി നല്ല ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ പരമാവധി അതിൻ്റെ കൺസ്ട്രെയിൻ്റെ ഉള്ളിൽ നിന്ന് തീർത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഒരുപാട് ഞാൻ നേരിട്ടറിഞ്ഞ പ്രൊഡ്യൂസേഴ്സ് അവർ പല സിനിമകളിലും ചെയ്തിട്ട് അവർക്ക് ലോസുകൾ വന്നിട്ട് ഇനി ഞാൻ സിനിമയെ ചെയ്യില്ല എന്ന് മാറി നിന്ന് എത്ര ആൾക്കാരുണ്ടെന്ന് പറയും. നല്ല, അതായത് മൂവി എന്ന് പറയുന്ന കലയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട്. അക്കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ചെയ്യുന്ന കറണ്ട് മൂവിയുടെ പ്രൊഡ്യൂസറെ ഞാൻ സമ്മതിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തൊരു വാക്കുണ്ട്, എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്കിൻ്റെ ഉള്ളിൽ ഞാൻ എനിക്ക് കറക്റ്റ് അത് മൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ഷിബുജി സുശീലൻ, ഒരുപക്ഷെ നമ്മുടെ അടുത്ത് സീറ്റ് ഇട്ടിരിക്കേണ്ട ആളാണ്. അതെ, തീർച്ചയായിട്ടും. ഫ്രൈഡേ ഫിലിംസിന്റെ ഓൾ ഇൻ ഓൾ ആയ ആളാണ്. അതെ അതെ, അദ്ദേഹം ആട് 3യുടെ ഷൂട്ടിന്റെ തിരക്കിലാണ്. അപ്പം ഷിബു സാർ അക്കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കറക്റ്റ് ഈ സിനിമ ഇങ്ങനെ ഒരു ഫ്രെയിമിലാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോടത്ത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ പാമ്പള്ളി, നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എസ്പെഷ്യലി ഇതൊരു സീരിയസ് മൂവിയാണ്. സീരിയസ് മൂവി ആ ഒരു ലെവലിൽ പോകുന്നുണ്ടും പിന്നെ നമ്മളിലൊരു സൂപ്പർ സ്റ്റാർ പോലുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ടും നമുക്കിതിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മളിതൊരു അന്യഭാഷയാണ് ചെയ്യുന്നത്, അതായത് നിലവിലില്ലാത്തൊരു ഭാഷയാണ് ചെയ്യുന്നത്. അപ്പോഴിത് എത്ര കണ്ട് സാറ്റലൈറ്റോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകൾ പോകുമോ എന്നുള്ളതിന് യാതൊരുവിധ ഉറപ്പില്ലാത്തതുകൊണ്ടും എവിടെയൊക്കെ നിനക്ക് ₹1 എവിടെ കുറയ്ക്കാൻ പറ്റുമോ അവിടെ കുറച്ചിട്ട് പടം ചെയ്താൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏറ്റവും ബഡ്ജറ്റീവായിട്ടുള്ളൊരു സാധനം ചെയ്യണം എന്നാണ് അദ്ദേഹം എനിക്ക് തന്നൊരു നിർദ്ദേശം.
എനിക്ക് 100% സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആ പടം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആ പടത്തിന് വന്നിട്ടില്ല. ഈ ലക്ഷദ്വീപിലാണ് ഇതിന്റെ ഷൂട്ടൊക്കെ. അതെ. അപ്പം അതിന്റെ പെർമിഷനൊക്കെ ആയിട്ടുള്ള ചിലവുകൾ ഒരുപാട് വേണ്ടി വന്നു. ഏത് മേഖലയിലായിരിക്കും ഈ പടത്തിന് കൂടുതൽ ചിലവ് നേരിടേണ്ടി വന്നത്? അല്ല, ഈ പടത്തിന് അങ്ങനെ ഒരു പ്രത്യേക മേഖലയിൽ കൂടുതൽ ചിലവുകളൊന്നും വന്നിട്ടില്ല. ജനറൽ ആയിട്ടുള്ള ചിലവുകളെ വന്നിട്ടുള്ളൂ. അതായത് ബേസിക് ആയിട്ട് വരുന്ന ഇപ്പം എക്യുപ്മെൻസിനുള്ള റെൻ്റൽ ചിലവുകൾ, പിന്നെ നമ്മുടെ ട്രാവൽ എക്സ്പെൻസുകൾ, പിന്നെ നമുക്ക് അവിടെ വരുന്ന ഫുഡ് ആൻഡ് അക്കോമഡേഷൻസ് എന്നുള്ള ചിലവുകൾ. പക്ഷേ വെൻ കമ്പയർഡ് ടു ദ അതർ പ്ലേസസ് ലൈക്ക് ഇപ്പം നമ്മളിപ്പോൾ ഈ സാധനം അൻഡമാനിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സ്പെൻസ് കൂടുതലാണ്. ബിക്കോസ് അതൊരു ടൂറിസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അവിടെയുള്ള ഹോട്ടൽ സർവീസിനും മറ്റ് അതർ സർവീസസിനൊക്കെ ചാർജസ് കൂടുതലാണ്. പക്ഷേ ലക്ഷദ്വീപിലെ കവരത്തി, ഞങ്ങൾ ഷൂട്ട് ചെയ്ത കവരത്തിയാണ്. കവരത്തി എന്ന് പറയുന്നത് ഒരു 6.5 കിലോമീറ്റർ പരിധി മാത്രമുള്ള ഒരു ചെറിയൊരു ഐലൻഡാണ്. അവിടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ആകെ 7 AC റൂമാണ് കിട്ടിയത്. ബാക്കിയൊക്കെ നോൺ AC റൂമുകളേ ഉള്ളൂ. അത്രയേ ഉള്ളൂ അവിടെ 1 2 ഇപ്പോഴാണ് കുറച്ച് സ്റ്റേ ഒക്കെ വന്ന് പോയത്. ഇപ്പോൾ കുറച്ച് കാലം കഴിയുന്നതിൻ്റെ മാറ്റങ്ങൾ. അപ്പോൾ അതൊക്കെ വളരെ ലിമിറ്റഡ് പിന്നെ ആയിട്ടുള്ള ചിലവുകളെ നമുക്ക് വന്നിട്ടുള്ളൂ. പിന്നെ എന്ന് പറയുന്നത് അവിടെ ലക്ഷറി എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഞങ്ങൾ കൂടെ വന്നിരുന്ന ശ്രീൻ്റെ അടുത്ത് മൈഥിലിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ തമാശക്ക് പറയുന്നത് അവിടെ കവരത്തി മാളുണ്ട്, തമാശക്ക് ലുലു മാള് പോലെ പറയുമായിരുന്നു, ചുമ്മാ പറയുന്നത്. പക്ഷെ അവിടെ വളരെ ചെറിയ ജീവിതം, ലളിതമായ പിന്നെ രീതികൾ. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഓവർ എക്സ്പെൻസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. ആർട്ട് വർക്ക് എങ്ങനെയായിരുന്നു? ആർട്ട് വർക്കിന് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം ശരിക്കും നമുക്ക് അവിടെ സെറ്റിങ്സ്, അത് സ്ക്രിപ്റ്റ് മുതൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അതായത് ഈ കെട്ടി ഉണ്ടാക്കുക, അതുപോലെ തന്നെ കൂടുതൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഉണ്ടാക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ലക്ഷദ്വീപിൽ പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം നമ്മൾ ഒരു പെർമിഷന് തന്നെ നമുക്ക് ഒരുപാട്, കാരണം അവിടെ ഫസ്റ്റ് ഒരു സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റും കൊണ്ട് ഞാനായിരുന്നു പോയിരുന്നത്. അതിന് ശേഷമാണ് അവിടെ അനാർക്കലി ഷൂട്ട് ചെയ്തത്. അതായത് അതിന് മുമ്പേ ഞാൻ ഇതിന്റെ ഗ്രൗണ്ട് വർക്ക്, കാരണം ബിക്കോസ് എൻ്റെ ഒരു കമേഴ്ഷ്യൽ മൂവിയല്ല, ഒരു ചെറിയൊരു, അതായത് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം അവാർഡ് പടം എന്നല്ല പറഞ്ഞത്, നമ്മളൊരു ചെറിയൊരു സിനിമ ചെയ്യുന്ന രീതിയിൽ തന്നെ, അതായത് ലൈക്ക് ഒരു ഷോർട്ട് ഫിലിമിന്റെ കുറച്ച് വലിയ രൂപം അങ്ങനെയായിട്ടാണ് നമ്മൾ ചെയ്തത്. എന്നാൽ സിനിമയുടെ എല്ലാ സാങ്കേതിക വിദ്യകളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാ ടെക്നിക്കൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു ലിമിറ്റഡ് ഇതിൽ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഹരിബറി, ഇപ്പോൾ സാധാരണ ഒരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക് ഇപ്പോൾ ഒരു ലൊക്കേഷനോ അങ്ങനത്തെ ഇത് പോകുമ്പോൾ മിനിമം 4 പേര് 5 പേര് പോകും. ഇത് ഞാൻ മാത്രമാണ് അവിടെ 80% ബിഫോർ ദ മൂവിക്ക് ഞാൻ ട്രാവൽ ചെയ്തത്. പലപ്പോഴും ഷിബു സാറെ വിളിക്കും, സാറെ എങ്ങനെ വരുമ്പോൾ, പിന്നെ അദ്ദേഹം ഇവിടെ മറ്റ് സിനിമകളുടെ തിരക്കിലായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇടയിൽ മാത്രമാണ് അദ്ദേഹം 2-3 തവണകളായിട്ട് വെറുതെ, അന്ന് ഞാനും അദ്ദേഹം ഒരു സാധാരണ യാത്രക്കാരനെ പോലെ അവിടെ ഇറങ്ങി ബാഗും തൂക്കി ഞങ്ങൾ പോയി. അവിടെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടന്ന് കാണുകയും, അവിടെയുള്ള ചെറിയ ബൈക്ക്, അവിടെയുള്ള പയ്യന്മാർ കൊണ്ടുവരുന്ന ബൈക്കിൽ കയറി അവിടെ ഇവിടെയൊക്കെ സ്ഥലങ്ങൾ കാണുകയും. 2 പേര്, അതായത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീമായിട്ട് ഒരു 7 പേര് പോവാം. 7 പേര് അവിടെ പോയി വരുമ്പോൾ നമുക്ക് മിനിമം ഒരു 50,000 രൂപ ചിലവാകും. ഇത് ഞങ്ങൾ ഒരു 10-25,000 രൂപയിൽ അല്ലെങ്കിൽ ഒരു 20,000 രൂപയിൽ ഞങ്ങൾ പോയി ഒരു 4-5 ദിവസം നിന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തിരിച്ചു വന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഒരു സിനിമയുടെ ഒരു ബേസിക്, ഐ മീൻ എവിടെ നമുക്ക് ഇപ്പം ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ സിനിമകളിൽ ഒരുപാട്, ഇപ്പം ഞാൻ അങ്ങനെ ആരും കുറ്റം പറയുന്നതല്ല, ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള ചിലവുകൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരം അൺവാണ്ടഡ് ചിലവുകൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, അപ്പം ഞാനും അതിനൊരു ബാധ്യസ്ഥനാണ്, ഞാനും അതിനൊരു ഉത്തരവാദിയുള്ള ഒരാളാണ്, ഞാൻ ആരും കുറ്റം പറയല്ല. അങ്ങനെ വരുന്ന അൺവാണ്ടഡ് ചിലവുകൾ എല്ലാവരും പ്രൊഡ്യൂസേഴ്സിനെ സഹകരിച്ചുകൊണ്ട് പരമാവധി ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ചിലവഴിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു പരിധി വരെ ബഡ്ജറ്റീവ് ആവാൻ പറ്റും എന്നുള്ളൊരു നമുക്ക് മീറ്റ് ചെയ്തെങ്കിലും ആവാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ ആകുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, കൂടുതൽ ആളുകൾ ധൈര്യപ്പെട്ടിട്ട് പ്രൊഡ്യൂസറായിട്ട് വരും. അപ്പോൾ ഈ പറഞ്ഞ ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യില്ല. അയ്യോ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകും, പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഡയറക്ടേഴ്സും ക്രിയേറ്റേഴ്സും ഇപ്പം അറിയാലോ, ഇപ്പം കൊച്ചിയിൽ 5 പേരെ കണ്ടിട്ടുണ്ടെങ്കിൽ 4 പേര് ഡയറക്ടർമാരാണ്, 10 പേരെ കണ്ട് അതിൻ്റെ 8 പേര് ആക്ടേഴ്സാണ്. പിന്നെ ഈ ഡയറക്ടേഴ്സും ആക്ടേഴ്സും എല്ലാവരും ഗായകന്മാരുമാണ്, മൾട്ടി ടാലന്റഡ് ആണ്.
ഒരു രക്ഷയില്ല, എല്ലാവർക്കും പാടണം, സിനിമയെ പാടണം, എല്ലാവരും ടാലൻറ്റഡും ആണ്. അപ്പോൾ എല്ലാവർക്കും ഇതിനകത്ത് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതും രക്ഷപ്പെടുന്നതും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. 90% നിരാശരായിട്ട് പിന്നെ നടക്കുന്ന പിന്നെ ആളുകളാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പടത്തിൻ്റെ മിക്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെന്നൈയിൽ ചെന്നപ്പോഴേ സാലിഗ്രാമിലുള്ള ഒരു ടെക്നീഷ്യനെ പരിചയപ്പെട്ടായിരുന്നു. ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് പ്രായമുള്ള ഒരാളാണ്. വർഷങ്ങൾക്ക് മുമ്പേ ചെന്നൈ ചെന്ന അദ്ദേഹം ഇപ്പോഴും ഒരു ലൈറ്റ് ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര 30 ലൈറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യാം. 40 വർഷം 50 വർഷമായി. വന്നത് ഡയറക്ടർ ആവാൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, കുടുംബവും കുട്ടികളൊക്കെ അവിടെയായിട്ട്. പക്ഷെ പുള്ളി ഇപ്പം ലൈറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ കുറച്ചൊരു സീനിയറായി, സീനിയോറിറ്റി കൂടുതലായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയി. പക്ഷെ ഇപ്പോഴും ലൈറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു പിന്നെ ഡയറക്ടർ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോഴ് ഒരു ഡയറക്ടർ ആവുക, അല്ലെങ്കിൽ ഒരു ആക്ടർ ആവുക, അല്ലെങ്കിൽ ഒരു പിന്നെ മറ്റൊരു പിന്നെ ടെക്നിക്കൽ ആളാവുക എന്ന് പറഞ്ഞിട്ട് ആഗ്രഹം കൊണ്ട് വരുന്ന ആളുകളുടെ എണ്ണം ഡെയിലി പണ്ടത്തെക്കാൾ ഇപ്പോൾ കൂടുതലാണ്. പണ്ട് പറഞ്ഞ മക്കള് ഡോക്ടറും എഞ്ചിനീയർ ആവാനാണ് പാരൻസിന് പിന്നെ വലിയ കാര്യം. ഇപ്പൊ പാരൻസ് മക്കളെ ചെറുപ്പത്തിൽ തന്നെ വല്ല റിയാലിറ്റി ഷോയിൽ വിടാനും പിന്നെ പാട്ട് പാടാനാണ് അവർ ശ്രമിക്കുന്നത്. ആ ഡിമാൻഡ് പോയി. ഇപ്പം ഈ സിൻചാറിലേക്ക് വരുമ്പം തീർച്ചയായും ഷിബു ജി സുശീൽ, ഞാൻ ആ സിൻചാർ ഞാൻ കണ്ടിരുന്നു. സിനിമ കണ്ട സമയത്ത് തന്നെ ഈ പുള്ളിയുടെ പേരുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സാധനം കണ്ടിരുന്നു. അതായത് സെലക്ട് ഗുഡ് സ്ക്രിപ്റ്റ് എന്നാണ്. യെസ്, അതെ അതെ, SGS. അതിൽ ഷിബു ജി സുശീലിനുണ്ട് സെലക്ട് ഗുഡ് സ്ക്രിപ്റ്റ് എന്നുണ്ട്. അതെ, അത് പുള്ളി എന്താ അങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ട്, വളരെ ക്രിയേറ്റീവായിട്ടുണ്ട്. അല്ല, അത് വളരെ ഡെലിബറേറ്റ്ലി ചെയ്യുന്നതും വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സെൻസിബിളായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിനോളം കഴിവുള്ള വേറൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അതെ, അതായത് എൻ്റെ പരിചയത്തിനുള്ളിലാണ് കേട്ടോ പറഞ്ഞത്. എൻ്റെ പരിചയത്തിൻ്റെ പുറത്ത് ഒരു പക്ഷേ നല്ല സെൻസുള്ള ആളുകളുണ്ടാവും. ഇപ്പം ഫ്രൈഡേ ഫിലിം ഹൗസ് പോലെ തന്നെ പിന്നെ ലിസ്റ്റിൻ, അദ്ദേഹം നല്ല സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കാൻ മിടുക്കനായ ഒരു പിന്നെ പ്രൊഡ്യൂസറാണ്. അങ്ങനെ സെൻസിബിളായിട്ടുള്ള പ്രൊഡ്യൂസർ. ഇപ്പം മമ്മൂക്ക, അദ്ദേഹം ഭയങ്കരമായിട്ട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അദ്ദേഹം ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഭയങ്കര വ്യത്യസ്തത്തിനേക്കാൾ ഉപരി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതിന് അതിൻ്റേതായ ഒരു മേന്മയുണ്ടാവും. എന്തെങ്കിലും ഒരു മേന്മ അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളിലും ഉണ്ടാവും. എനിക്കൊക്കെ ഇപ്പോഴും എനിക്ക് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് മമ്മൂക്കാൻ്റെ കൂടെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി നടക്കുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് പേടിയാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഈ സബ്ജക്റ്റും കൊണ്ട് പോവാൻ. കാരണം അദ്ദേഹം ടെക്നിക്കലിയും എല്ലാം അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത്രയും ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ സിനിമയിൽ ഉണ്ട്. അക്കൂട്ടത്തിൽ ഞാൻ കണ്ടതിൽ എനിക്ക് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറഞ്ഞ ശിവ സാറ് ഭയങ്കര സെൻസുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ചില സ്ക്രിപ്റ്റുകൾ, ഇപ്പോൾ ഒരുപാട് ആളുകൾ അദ്ദേഹം വർക്ക് ചെയ്യാത്ത പിന്നെ സിനിമകളാണെങ്കിൽ പോലും എൻ്റെ അറിവിൽ തന്നെ ഞാൻ നിൽക്കുമ്പോൾ തന്നെ എത്രയോ ആളുകൾ കഥ ഇങ്ങനെ വിളിച്ച് കേൾപ്പിക്കും. ശിവസാറെ വിളിച്ച് കേൾപ്പിക്കുക, അല്ലെങ്കിൽ ശിവസാറെ അടുത്ത് വന്ന് സ്ക്രിപ്റ്റ് വായിക്കും. അത് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ ഒരു പിന്നെ ഫ്യൂച്ചർ പ്രിഡിക്ഷൻ അല്ല, പുള്ളി പറയും ഇത് ഫസ്റ്റ് ഹാഫ് കൊള്ളാം, പക്ഷേ സെക്കൻഡ് ഹാഫ് നിൽക്കത്തില്ല. കറക്റ്റ് പുള്ളി അത് പറയും. സെക്കൻഡ് ഹാഫ് ഭയങ്കര വീക്കാണ്, ഇന്നേൻ്റെ ഭാഗം വീക്കാണ്, ആ ക്യാരക്ടർ എന്തിനാണ്, ഭയങ്കര പച്ചക്ക് ചോദിക്കുക. അതിപ്പോൾ പിന്നെ ഇന്ത്യയിലെ നമ്പർ 1 എഡിറ്റർ ആണെങ്കിലും അങ്ങനെ വളരെ കൂളായിട്ട് പറയും ആ ക്യാരക്ടർ ഭയങ്കര വീക്ക്, അത് നിൽക്കില്ല, അത് പ്രേക്ഷകർ എഴുന്നേറ്റ് പോടുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പറയും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില ആളുകൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടാകുന്നില്ല. കാരണം ഈ തുറന്നങ്ങ് പറയുന്നതുകൊണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം, സിൻചാറിൻ്റെ ഇപ്പോഴുള്ള ക്ലൈമാക്സ് ആയിരുന്നില്ല ഞാൻ പറഞ്ഞിരുന്ന ഒരു ക്ലൈമാക്സ്. ഞാൻ എഴുതിയിരുന്ന ക്ലൈമാക്സ്. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിൻ്റെ ലക്ഷദ്വീപിലേക്ക് പോകുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ ഞങ്ങൾ ഇരുന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും ഷിബു സാറും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സിനിമാട്ടോഗ്രാഫർ സഞ്ജയ് ഹാരിസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ക്ലൈമാക്സിൻ്റെ എന്തോ ഒരു കാര്യം സംസാരിച്ചപ്പം ഷിബു സാർ വളരെ ഓപ്പൺ, എല്ലാവരും നിൽക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് സ്ക്രിപ്റ്റ് വായിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ ഓപ്പണായിട്ട് ഇങ്ങനെ പറഞ്ഞു, പാമ്പളി എനിക്ക് നിങ്ങൾ പറഞ്ഞ ക്ലൈമാക്സിൽ ആവുമ്പോൾ നമ്മുടെ നായകൻ ഭയങ്കര വീക്കായിട്ടൊരു ഒഴിഞ്ഞു മാറി പോകുന്ന പോലത്തെ ഒരു ഫീല് വരുന്നുണ്ട്. പുള്ളിക്ക് കുറച്ചും കൂടി പവർ കൊടുക്കുന്ന രീതിയിൽ നമുക്കതിനൊന്ന് മാറ്റിയെടുക്കണം. അല്ല, നിങ്ങൾ ആലോചിച്ചോളൂ, അതാണ് പറഞ്ഞോളൂ. അതായത് ആ വഴി അദ്ദേഹം കാണിച്ചു തരും.
എവിടെയെങ്കിലും നമ്മളൊരു വീക്കായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ അപ്പോൾ നേരത്തെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരുന്നതിനകത്ത് ഈ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ, മുസ്തഫയുടെ ക്യാരക്ടർ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നില്ല? അല്ല, അതല്ല, അങ്ങനെയല്ല, ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പക്ഷേ അവർ ഈ അയലൻഡിൽ നിന്ന് പിന്നെ ഈ അയലൻഡ് ഉപേക്ഷിച്ച് പോവാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോഴ് ഷിബു സാർ പറഞ്ഞ അങ്ങനെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പുള്ളിയോട് ചോദിച്ചത്. അപ്പം പുള്ളിയുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞത്, പുള്ളി അതിൻ്റെ ഒരു ഡെപ്ത് കണ്ടിട്ട് പുള്ളി പറഞ്ഞത്, അങ്ങനെ ആകുമ്പോൾ പുള്ളിയുടെ ഒരു ഭീരുത്വമല്ലേ അവിടെ നിഴലിക്കുന്നത്. പുള്ളി ഒരു എസ്കേപ്പിസം അതിനകത്ത് വരുന്നുണ്ടല്ലോ എന്നാണ് അദ്ദേഹം മെൻഷൻ ചെയ്തത്. അതിനേക്കാൾ പകരം എന്താന്നുള്ളത് ഒന്ന് ആലോചിക്കൂ, നിങ്ങൾ ആലോചിക്കൂ. കാരണം അദ്ദേഹത്തിന് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റിയില്ല, ആലോചിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴേ എനിക്ക് അതിൻ്റെ വേറൊരു പിന്നെ വേർഷൻ കിട്ടി. ആ ഒരു വേർഷൻ്റെ ഗുണം ഞാനിപ്പോഴും അറിയുന്നുണ്ട്. അതായത് ഇവനെ പരിഹസിച്ച ആളുകളുടെ മുന്നിൽ ഇവൻ പിന്നെ ചങ്കുറ്റത്തോടുകൂടി അവളുടെ കൈ പിടിച്ച് അവരുടെ മുന്നിൽ കൂടെ നടത്തിച്ചാണ് അവൻ കല്യാണം കഴിക്കാതെ അവളെ പിന്നെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പതിവുപോലെ അവൻ്റെ ജോലിക്ക് അവൻ റെഗുലർ ലൈഫിലേക്ക് പറഞ്ഞു. ഇനിയൊരു കല്യാണം ഒന്നും വേണ്ട, അവളെ പരിഹസിച്ചവരുടെ മുന്നിലേക്ക് ഇവൻ കൈ പിടിച്ച് ഇവളെ നടത്തിക്കുന്ന ഒരു സീനുണ്ട്. ആ കൈ പിടിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. IFFKയിൽ ഒരുപാട് ഫെസ്റ്റിവലുകളും, പക്ഷെ അത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത് IFFKയിലാണ്. IFFKയിൽ ആ സീന് വന്നപ്പോൾ ത്രൂ ഔട്ട് കയ്യടിയായിരുന്നു തിയേറ്ററിൽ. അതായത് അത്രയും ഇൻവോൾവ് ചെയ്ത ഓഡിയൻസ് അത് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. മനസ്സിലായി. അത് ശരിയാണ്, അത് ഭയങ്കര കയ്യടിയായിരുന്നു ആ ഒരു സീനിൽ. കാരണം ശരിക്കും അവിടെയാണ് അതിൻ്റെ അകത്തൊരു ആ സിനിമ മുഴുവൻ ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ട് പോവുകയും എന്നാൽ ആ ഒരു പർട്ടിക്കുലർ നിമിഷത്തിൽ ആ മൊത്തം സിനിമ ആ ഹീറോ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. മുസ്തഫ ചെയ്ത ക്യാരക്ടർ മൊത്തം ആ കയ്യടി വാരിക്കൊണ്ടുപോയി. അപ്പം അതാണ് അതിൻ്റെ ഒരു, അപ്പം അതാണ് ഈ ഗുഡ് സെലക്ട് ഗുഡ് സ്ക്രിപ്റ്റ്, അത് വളരെ കറക്റ്റാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. പുള്ളി വാരി വലിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത സാധനങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഒരിടം എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം ചെയ്തായിരുന്നു. അത് ഈ പറഞ്ഞ സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടി. പ്രദീപ് നായർ സാർ അങ്ങനെ അവർ ചെയ്ത പടമാണെന്ന് തോന്നുന്നു. അത് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടി. നല്ല ഫ്രെയിമിൽ വന്നൊരു സാധനം. അതിനുശേഷമാണ് അദ്ദേഹം 7th ഡേ ചെയ്യുന്നത്. ശ്യാംധർ പൃഥ്വിരാജിന്റെ 7th ഡേ. അത് നല്ല ലെവലിൽ കമേഴ്ഷ്യലിയും ഒക്കെ ചർച്ചാ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു. പൃഥ്വിരാജിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ച് വന്നൊരു സിനിമയും കൂടി എനിക്ക് തോന്നുന്നു. പൃഥ്വിരാജിന്റെ ഒരു സ്റ്റൈലുള്ള ഒരു സ്റ്റൈലിഷ് മൂവി ആയിട്ട് വന്നത് 7th ഡേ ആണ്. അതിനുശേഷമാണ് പൃഥ്വിരാജ് വേറൊരു സ്റ്റൈലിലേക്ക് കയറി പോകുന്നത്. അപ്പൊ ആ തുടക്കം കുറിച്ചൊരു സിനിമ അതായിരുന്നു. അല്ല, അതിന് ശേഷമാണ് സിഞ്ചാർ വന്ന് കയറുന്നത്. നിങ്ങൾ എങ്ങനെ ഒരു പരിചയം? ഷിബു സാറ് എനിക്ക് മുമ്പ് ഷോർട്ട് ഫിലിമുകൾക്കൊക്കെ എനിക്ക് സ്റ്റേറ്റ് അവാർഡുകളും ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡ്സൊക്കെ കിട്ടുമ്പോഴൊക്കെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോളോവറായിരുന്നു ഞാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് പിന്നെ അദ്ദേഹം എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യും. എല്ലാ ആളുകളും ആരെയും പിണക്കാറില്ല അദ്ദേഹം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ എത്ര പുതിയ ആൾ ചെന്ന് ചോദിച്ചാലും അവരുടെ അടുത്ത് വളരെ പ്ലസൻ്റോടുകൂടി നല്ല ചിരിയോടുകൂടി സംസാരിച്ച് നിരാശപ്പെടുത്താതെ വിടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അത് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യം. ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും ചാൻസ് ചോദിച്ച് വരുമ്പോൾ ഞാൻ ഒരിക്കലും അവരെ നിരാശപ്പെടുത്താറില്ല. ഞാൻ അവിടുത്തെ സ്നേഹത്തോടെ സംസാരിച്ച്, അല്ല അവർ പറയുന്ന കാര്യം മുഴുവൻ കേട്ട്, ഇല്ല അവർ തരുന്ന ഷോർട്ട് ഫിലിം അത് മൊത്തം കണ്ട് ഒരു ചെറിയ അഭിപ്രായമൊക്കെ പറഞ്ഞാൽ നമുക്ക് നോക്കാം ഫ്യൂച്ചറിൽ പറ്റുവാണെങ്കിൽ ഞാൻ സഹായിക്കുകയും ചെയ്യും. അതൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചതാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഞാനുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ അവാർഡ്സൊക്കെ കിട്ടുമ്പോഴിങ്ങനെ പിന്നെ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുകയും പുള്ളി കൺഗ്രാജുലേഷൻ അടിക്കുകയും എനിക്ക് ലൈക്ക് ഇടുകയും ഒക്കെ ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം എനിക്കിങ്ങനെ സബ്ജക്റ്റ് ഉണ്ടെന്ന് കാണാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഞാൻ പറയാം, ഒരു ദിവസം നീ വരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർക്കുക, ഞാൻ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി ചെന്ന് കാണുന്നത്. അദ്ദേഹത്തിനെ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ നമുക്ക് കേൾക്കാം, നീ വെയിറ്റ് എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം എന്തൊക്കെയോ മറ്റു ഒഫീഷ്യൽ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നത് ബാ എന്ന് പറഞ്ഞാൽ എന്നെയും കൂട്ടി നേരെ തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, എഴുതാനൊക്കെ ഇരിക്കുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നിരുന്നിട്ട് ആ ഒരൊറ്റ ഇരിപ്പിൽ മുഴുവൻ എൻ്റെ സ്ക്രിപ്റ്റും കേട്ടു. സിഞ്ചാറായിരുന്നു അത്? അല്ല, വേറൊരു കമേഴ്ഷ്യൽ മൂവിയായിരുന്നു. അപ്പോൾ അത് കേട്ടു, അത് വന്നിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് നിവിൻ പോളിയെ വെച്ചിട്ട് ചെയ്യാനുള്ളൊരു ഇതിൽ ഞങ്ങൾ നിവിനെ കണ്ടു. അപ്പോൾ നിവിൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഞങ്ങളുടെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടൻറ്റൊക്കെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അത് ഫ്രൈഡേയുടെ ബാനറിൽ ചെയ്യാനായിരുന്നു? അല്ല, ഏത് ബാനറിലല്ല, അദ്ദേഹം ചെയ്യാന്നുള്ള ഒരു ഐഡിയ. ബഡ്ജറ്റ് ഏകദേശം അത് വലിയ, ഇപ്പം നിവിനൊക്കെ വെച്ച് വലിയ, അതായത് 7th ഡേ ചെയ്ത് അതേ പാറ്റേണിൽ ചെയ്യാനായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്.
അങ്ങനെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വർക്കിൻ്റെ ഒക്കെ എന്നോട് റീകറക്റ്റ് ചെയ്തിട്ടൊക്കെ വരാനൊക്കെ പറഞ്ഞു. അങ്ങനെ അത് റീകറക്ഷനൊക്കെ ചെയ്ത സാധനം കൊണ്ട് ഞാൻ അടികപ്പിയാരെ കൂട്ടമണി അദ്ദേഹം ഫ്രൈഡേയുടെ പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ അവിടുത്തെ യൂത്ത് ഹോസ്റ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്ന സമയത്ത് അതും സംസാരിക്കാനുണ്ട് കൂട്ടത്തിൽ. പിന്നെ ഈ സിഞ്ചാറിൻ്റെ കഥ വളരെ കാഷ്വലായിട്ട് ഞാൻ പറയുക ചെയ്തത്. ഞാൻ പറഞ്ഞു, സാറേ നമുക്ക് ഇങ്ങനൊരു സാധനം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് സാധ്യതയുണ്ട്, പക്ഷേ കുറച്ചൊരു സീരിയസ് സംഭവമാണ്, കമേഴ്ഷ്യലി അല്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ നിമിഷത്തിൽ ആ സിനിമയുടെ ഡെപ്ത്ത് പുള്ളിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് വളരെ അപൂർവം ആളുകൾക്ക് അങ്ങനത്തെ ഒരു സെൻസ്, സിനിമയിലുള്ളൊരു സെൻസ് ഞാൻ കണ്ടിട്ടുള്ളൂ. അതായത് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റി അതിൻ്റെ ഒരു, ഞാൻ പറഞ്ഞതിൻ്റെ ഡെപ്ത്ത്. പുള്ളി പറഞ്ഞു, പാമ്പള്ളി നമ്മളിത് ചെയ്യും, നിങ്ങൾ വേറെ എവിടെയും ഇതും കൊണ്ട് പോകണ്ട, നമ്മൾ ഉടനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വളരെ അങ്ങനെ ഈ കമേഴ്ഷ്യൽ സിനിമ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങി ഈ സിനിമ ചെയ്തു.